ഇന്ന് ഒരു തേങ്ങ അരച്ച അയലക്കറിയാണ് കേട്ടോ കാണിക്കുന്നത്. തേങ്ങ ചെറുതായിട്ടൊന്ന് വറുത്തരച്ച കറിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും രുചിമേള രുചി കിച്ചൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ തേങ്ങ അരച്ച കറി ഈ ഒരു 3 അയല വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. 2 കഷ്ണമാക്കിയിട്ടാണ് അയല കട്ട് ചെയ്യണത്. അപ്പോൾ അയല കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടിലേക്ക് 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരു മുറി തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഒരുപാട് സാമ്പാറിനൊക്കെ വറക്കണ പോലെ അങ്ങനെയൊന്നും വറക്കണ്ട. ഒരു ജസ്റ്റ് ഒന്ന് ഒരു നല്ലൊരു വെളിച്ചെണ്ണയുടെ ഒക്കെ മണം വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങ് അരച്ചെടുക്കുക. അതേ ചട്ടിയിലേക്ക് വീണ്ടും ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ കളർ ആവേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. എനിക്ക് ഈ ഒരു ഫ്ലേവറാണ് ഇഷ്ടം. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇനി നമ്മൾ അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുക്കുക. എണ്ണ തെളിയണ വരെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുടംപുളി വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളവും കുടംപുളിയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അയലമീൻ ആയതുകൊണ്ട് കുറച്ച് മേൽക്ക് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു പച്ചമുളക് നടുവൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തക്കാളി വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. തക്കാളി ഇല്ലാതെ ഈ കറി വയ്ക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നന്നായിട്ട് കറിയൊക്കെ തിളച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഞാൻ കുറച്ച് ഒരു 2 കഷ്ണം കുടംപുളിയും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ഒന്ന് പുളി വേണമെന്ന് തോന്നി. അതിന് ശേഷം നമ്മൾ മീൻ ഇങ്ങനെ നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ അയില മാത്രമല്ല കേട്ടോ, ഈ ഒരു കറി ഈ രീതിയിൽ മത്തിയാണെങ്കിലും അതുപോലെ വേറെ ഏത് മീനാണെങ്കിലും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നല്ല അത്യാവശ്യം നല്ല മുട്ടയുള്ള അയിലയായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് അല്ല, ഈ രീതിയിലൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയിലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ച് കട്ടിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ഫ്ലേവറാണ്. പിന്നെ തേങ്ങ വറുത്തരച്ചതിൻ്റെ ഒരു സ്പെഷ്യൽ മണമൊക്കെ ഉണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചങ്ങ് വെച്ചൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഊണിൻ്റെ കൂടെ നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള മത്തിയും അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള അയലക്കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്